കൊള്ളാം കൊള്ളാം, അടിപൊളിയല്ലേ. വിനായകൻ പൊളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുവരെ അഭിനയിച്ച ഫിലിമെ കാട്ടി മാസത്തിപ്പൊറി പടം അത് ഞാൻ പറയില്ല. കലങ്ങൾ തന്നെ, അല്ലാണ്ട് മോശമല്ല. നമ്മളെ ഡൊമിനിക്ക് ബിഗ് ബി വിനായകൻ മമ്മൂക്കയുടെ കട്ടക്കെന്ന്. പക്ഷെ ഞാൻ മമ്മൂക്കയുടെ എല്ലാ പടം കാണാൻ ആളാണ്. പക്ഷെ ഇത് പ്രതീക്ഷിക്കാത്ത വേറെ മൂഡ്. മമ്മൂക്ക ഇങ്ങനെ അഭിനയിക്കും ഞാൻ സ്വപ്നത്തിൽ വെച്ചില്ല. മമ്മൂക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറം എന്ത് സീൻ കൊടുത്താലും മുമ്പ് അടിച്ചു കട്ടുള്ളൂ. അത് 100-ൽ 100 തന്നെ. അടിപൊളി പടം, ഒരു രക്ഷയില്ല. കളങ്കാവിൽ തൂക്കി. മമ്മൂക്ക ഇന്ന് വരെ, അതായത് 50 കോടി ബഡ്ജറ്റ് അല്ല, ആദ്യമായിട്ട് 100 കോടി ബഡ്ജറ്റിലേക്ക് വരുന്ന ആദ്യത്തെ പടം. ഞാൻ പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ വന്ന അന്നൊരു ബമ്പർ ഹീറ്റ് ഉറപ്പാണ്. അത് കഴിഞ്ഞ DC ഇറങ്ങിയ ശേഷം വന്നതാണ് കളങ്കാവിൽ ഇത് തൂക്കി. വിനായകനും മമ്മൂക്ക, അതായത് 2 ലെജൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സീനാണ്. ബ്രില്യൻ്റ് ആണ്. വിനായകനും അടിപൊളി, മമ്മൂക്ക അടിപൊളി. മലയാള സിനിമയിൽ വിനായകന് ഒരു ചെയർ വലിച്ചിട്ട് കൊടുത്തത് മമ്മൂക്ക തന്നെയാണ്. ഉറപ്പിച്ചോ, ഇനി വിനായകനും മമ്മൂക്കയും മോഹൻലാലൊക്കെ തുടങ്ങിയിട്ടുള്ളവർ വീണ്ടും പുനർജനിക്കാണ്. അതുപോലെ തന്നെ പാട്ടുകൾ, മ്യൂസിക് കിടിലം, ബീജമൊക്കെ അടിപൊളി. പഴയകാല സോങ്ങുകളെല്ലാം കൊണ്ടുവന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം. നമ്മളിങ്ങനെ ത്രസിച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കാം. നമുക്ക് അതാണ് ഏറ്റവും വലിയ, അതായത് ദൃശ്യം പോലൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. പടം നല്ല സിനിമയാണ്. ഇത് സൂപ്പർ ഹിറ്റാണ്, ബമ്പർ ഹിറ്റ്. ആദ്യത്തെ ഈ വർഷത്തെ മമ്മൂക്കാൻ്റെ ഫസ്റ്റ് ഹിറ്റ്, അതിലൊരു രക്ഷയില്ല. കാരണം മമ്മൂക്ക ഫാൻസ് തന്നെയാണ്. പക്ഷേ മമ്മൂക്കാനെക്കാട്ടി ഒരുപടി മുന്നിൽ വിനായകൻ തന്നെ. അതിൽ ക്ലൈമാക്സ് ഒരു 1.5 ഇതാണ്. മമ്മൂക്കാനെ പറ്റി നമ്മൾ പറയുമ്പോൾ പിന്നെ എന്ത് പറയേണ്ടത്? ഇതിനെക്കാട്ടി വലുത് നമ്മൾ കണ്ടിന് ഒന്നുമല്ല പറയുന്നത്. ഇത് കാണേണ്ട പടമാണ്. മമ്മൂക്കാനെ ഇത്ര പ്രതീക്ഷിച്ചൊന്നുമില്ല. എന്നാലും വിനായകനാണ് കുറച്ചും കൂടി മുന്നിൽ. അതിലൊരു മാറ്റം. പിന്നെ നമ്മളെ സംവിധായകൻ പുതുമുഖങ്ങളെ എപ്പം മമ്മൂക്കാൻ്റെ കൈ പിടിക്കലും അതിലും ഇത് പാളിയിട്ട കറക്റ്റ് തന്നെ. സൗണ്ടിങ് തന്നെ നല്ല ഇത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കാഞ്ഞങ്ങാടുന്ന് വരുന്നതാണ്, ഈ വീട്ടിലേക്ക് വരുന്നത്. ഈ പടം നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതന്നെ പറഞ്ഞു സൗണ്ടിങ്. അതന്നെ പറഞ്ഞു ഈ വർഷത്തെ മമ്മൂക്കാൻ്റെ ഫസ്റ്റ് ഹിറ്റ്, അതിലൊരു മാറ്റമില്ല. സിനിമ മച്ചാനെ പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ ചേട്ടനും മമ്മൂക്കയും കോമ്പറ്റീഷൻ എന്ന് പറയില്ലേ, രണ്ടുപേരും തകർത്ത് അഭിനയിച്ചേക്കാണ്. ആരാണ് ബെറ്ററായിട്ട് അഭിനയിച്ചേക്കണെന്ന് പറയാൻ പറ്റില്ല. അടിപൊളി. മമ്മൂട്ടിയുടെ അത് വിനായകൻ ചേട്ടൻ്റെ തന്നെ. വിനായകൻ ചേട്ടൻ്റെ ലാസ്റ്റ് ആ ഡയലോഗില്ലേ, പുല്ലിനെ പിടിച്ചിട്ട് എല്ലി പുല്ലി തിന്നാനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഡയലോഗില്ലേ, ആ ഡയലോഗ് കസറിയേക്കാണ്. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാനിപ്പോൾ ഇന്ന് കാണുന്ന മമ്മൂക്കയുടെ 300ാമത്തെ പടമാണ്. 300ാമത്തെ മമ്മൂക്കയുടെ പടം ഞാൻ കണ്ടതിൻ്റെ കണക്കെടുത്ത് വെച്ച് ഇത് കറക്റ്റായിട്ട് എഴുതിയേക്കുന്ന 300 പടം കണ്ടു. ഈ 300ാമത്തെ പടം എന്ന് വെച്ചാൽ ഇത് ഇതുവരെ കണ്ട പടത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമുള്ളൊരു പടമാണ്. മമ്മൂക്ക CBI 5-ലെ സേതുരാമയ്യർ, ആ സേതുരാമയ്യർ വന്നുകൊണ്ട് ഈ കഥാപാത്രമായാൽ എങ്ങനെയിരിക്കും, ആ തരത്തിലുള്ള ഒരു ഫിഗറാണ് മമ്മൂക്കയുടെ. ആ CBI നമുക്കറിയാമല്ലോ ആ സമയത്ത് എങ്ങനെ ഇരുന്നുള്ള, അതേപോലെ ഉള്ളൊരു മമ്മൂക്കേനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. മമ്മൂക്കേനെ ആ കഥാപാത്രത്തെ ഞാൻ അങ്ങേറ്റം വെറുക്കുന്നു. സിഗരറ്റ് വലിയെ ഞാൻ വെറുക്കുന്നു. ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതോടുകൂടി സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെ എനിക്ക് സിഗരറ്റ് വലിയോടെ ഒരു വെറുപ്പ് വന്നു. പിന്നെ ഒരു കാര്യം, ഒരു മെസ്സേജ് ചെയ്യുന്നതിലൂടെ വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വഴിവിട്ട ജീവിതം നയിക്കുന്ന സ്ത്രീകൾ, അബദ്ധസന്ധാനം നടത്തുന്ന സ്ത്രീകൾക്കുള്ളൊരു താക്കീതാണിത്. നിങ്ങൾ പോകുന്ന തെറ്റായ വഴിയിലേക്കാണ്, നിങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുന്ന ഒരു മെസ്സേജ് ഈ പടത്തിലുണ്ട്. സൂപ്പറായിട്ട് മമ്മൂക്ക അഭിനയിക്കുകയും വിനായകൻ ജീവിക്കുകയും ചെയ്തു. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. സംവിധായകൻ 100 മാർക്ക്.